നമസ്കാരം. മാരി സാധാരണത്തെ പോലെ എന്താ പറയാ, ഒത്തിരി സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്റെ നാടാണ് വിഷയം. ഞാൻ ജനിച്ചത് വയനാട്ടിലാണ്. ഈ ചൂരൽമലയും മേപ്പാടിയും ഒക്കെ എനിക്ക് എന്താ പറയാ, കുട്ടിക്കാലത്ത് ഓടിക്കളിച്ച കുറെ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം അവിടുത്തെ ദുരിതം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഒന്നും ഒരു തുള്ളി എന്ന് പറഞ്ഞ പോലെ ഉറങ്ങിയിട്ടില്ല. ഭയങ്കര സങ്കടമാണ്. എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല. ഇന്നലെ ഫിലോകാലിയ ഫൗണ്ടേഷന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ്, ഒരു മനുഷ്യന് അത്യാവശ്യം ആവശ്യമുള്ള കുറെ മെറ്റീരിയൽസ് ആയിട്ട് ആംബുലൻസ് നേരെ വയനാട്ടിന് ചെന്നു. ഇന്നിപ്പോ രാവിലെ അവിടെയുള്ള കുറെ ക്യാമ്പുകളിലൊക്കെ എത്തി പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അത് എന്തൊക്കെയാണെന്നൊന്ന് പറയണം. അപ്പൊ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വളരെ ആവശ്യമായി പറഞ്ഞ ചില കാര്യങ്ങളിലൊന്ന്, നല്ല തണുപ്പാണ്. വയനാട് അങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് മഴയത്ത്. അപ്പോൾ കുഞ്ഞു കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഇച്ചിരി വോം ക്ലോത്ത്, അതായത് സ്വെറ്ററാണ് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ദുരിതാശ്വാസ ക്യാമ്പിലും ആരും യൂസ് ചെയ്ത വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നില്ല. അപ്പൊ അവിടുത്തെ എല്ലാവരുടെയും ഒന്നടക്കമുള്ള റിക്വസ്റ്റ് ആണ് പുതിയ വസ്ത്രങ്ങൾ, പുതിയ ബെഡ്ഷീറ്റ്, പുതിയ സ്വെറ്റർ അതേ സ്വീകരിക്കുന്നുള്ളൂ. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്ത സാധനങ്ങളായിട്ട് പോയാൽ അവർ റിജക്ട് ചെയ്യാണ്, എടുക്കുന്നില്ല. അതുകൊണ്ട് എത്രത്തോളം മുഷിഞ്ഞതൊക്കെ ആയിരിക്കും ഈ ഓടിപ്പോയി കൊണ്ടു കൊടുക്കുന്നത്. അതുകൊണ്ടും കൂടി ആയിരിക്കാം. എന്നാലും ഉള്ളത് പെട്ടെന്ന് കൊടുക്കുന്നവർ നല്ല മനസ്സുണ്ട്. തീർച്ചയായും. പക്ഷെ ക്യാമ്പുകളിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അവർക്ക് വളരെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചീത്തയാവാത്ത ആഹാരങ്ങൾ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്, ബ്രെഡ്, പിന്നെ വെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആംബുലൻസ് സൗകര്യം, അതൊക്കെ ഞാൻ പറ്റാവുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊന്നും അല്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതിലും അപ്പുറത്ത് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ആംബുലൻസ് ഇവിടുന്ന് ഒരു ഇൻഫർമേഷൻ, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ എനിക്ക് കുറെ ഓഡിയോ മെസ്സേജ് ഇങ്ങോട്ട് അയച്ചു തന്നു. അതിനകത്ത് പറയുന്നു, ആരും അവിടെ കൊണ്ടുപോയി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അവിടെ എല്ലാം ഉണ്ട് എന്നും പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ്. അവിടെ എല്ലാം ഓൾറെഡി ഉണ്ട്, ഒന്നും കൊടുക്കില്ല. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയി വേണ്ടെന്ന് പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് വേറൊരാളൊരു മെസ്സേജ് ഇട്ടാണ്ട്, ഒരു വീഡിയോ ഇട്ടാണ്ടോ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് കൊടുക്കണം. ഈ പിന്നെ ഓരോ ഗ്രൂപ്പുകൾ വഴി എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ കാര്യം, ഈ പറഞ്ഞ ആള് ചിലപ്പോൾ ജെന്യൂൻ ആയിട്ട് പറഞ്ഞതാണെങ്കിൽ അതിനകത്തുള്ളൊരു വിഷമം എന്നാണെന്നറിയോ, നേരിട്ട് കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ വയനാട്ടിലെ അവസ്ഥ മാത്രമല്ല ചിലർക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിരിക്കും. ഈ സാധനത്തിന് വേണ്ടി നേരിട്ട് പോകാൻ ഒരു 5 ബോട്ടിൽ വെള്ളമായിരിക്കും ഒരാൾ സ്പോൺസർ ചെയ്യാൻ വിചാരിക്കുന്നത്. പക്ഷെ അയാളോട് നേരിട്ട് പോയി കൊടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ്ട്. അപ്പം ആരൊക്കെ എവിടെയൊക്കെ കളക്ഷൻ പോയിന്റ് ഇട്ടിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ ജെന്യൂനിറ്റി ഉറപ്പുവരുത്തുക. ഈ കളക്ഷൻ പോയിന്റ് കൊടുത്താൽ ഇത് കറക്റ്റ് എത്തുമോ എന്ന് നോക്കുക. ഏറ്റവും നന്നായിട്ട് എത്തിക്കുന്നവരാരാന്ന് വെച്ചാൽ മാക്സിമം ഈ സോഷ്യൽ മീഡിയ കൂടെ കളക്ട് ചെയ്യുന്നതും കൊടുക്കുന്നതും അറിയിക്കുന്നതാകുമ്പോൾ നമുക്ക് നേരിട്ട് കാണുമല്ലേ, ഫേസ്ബുക്കിലും യൂട്യൂബിലും. അപ്പൊ കുറെ കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുന്ന ആളുകള് ആരൊക്കെ ചെയ്താലും, അത് ഇപ്പൊ ഞങ്ങൾ ഫിലോകാലിയ ഫൗണ്ടേഷനാണ്, ഇതുപോലെ പല ഫൗണ്ടേഷൻസ് ഉണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്. ഏതെങ്കിലും വഴിയിൽ എത്തിക്കണം എന്ന് ഞാൻ പറയാം. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, അങ്ങനെയുള്ള നെഗറ്റീവ് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യല്ലേ. എനിക്ക് തന്നെ ഇന്നലെ ഒത്തിരി പേര് ഫോർവേഡ് ചെയ്തു തന്നു. എന്റെ മനസ്സിനെ ഡിസ്കറേജ് ചെയ്യാണ്. ആംബുലൻസ് ഒന്നും അവിടെ ആവശ്യമില്ല, അവിടെ വസ്ത്രങ്ങൾ ആവശ്യമില്ല, ഭക്ഷണങ്ങൾ ആവശ്യമില്ല, അങ്ങോട്ട് പോകണ്ട, എല്ലാം ഗവൺമെന്റ് നോക്കുന്നു. അപ്പൊ ഇതിലാണ് എന്റെ ഒരു വേദന. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മെസ്സേജ് നിങ്ങൾ ഫോർവേഡ് ചെയ്യരുതെന്ന റിക്വസ്റ്റ് ആണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. കേട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ജെന്യൂനിറ്റി ഉറപ്പിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൊടുക്കരുതേ എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ള എന്നാ റൂട്ടസേ, ഇപ്പം ഈ സകല TV ചാനലുകളിലും സകല ചെറുകിട മാധ്യമങ്ങളിലൊക്കെ ഇതൊരു സെൻസിറ്റീവ് ന്യൂസ് ആണ്. അതിങ്ങനെ ഓരോ നിമിഷവും കുഞ്ഞുങ്ങൾ മണ്ണിൽ പൊതിഞ്ഞു പോയതും ഡെഡ് ബോഡി എടുക്കുന്നതും ഇങ്ങനെ കാണിക്കപ്പം നമ്മുടെ മനസ്സിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ വിഷമത്തിൽ നമ്മളെല്ലാം വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഓടിപ്പടഞ്ഞ് അവിടെ എത്തി കുറെ വീട് വെച്ച് കൊടുത്തു, കുറെ വസ്ത്രം കൊടുത്തു, കുറെ മരുന്ന് കൊടുത്തു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥ ഞാൻ പറയാം. നമുക്ക് സുനാമി ഉണ്ടായിട്ട് വർഷം എത്രയായിരുന്നു? നമുക്ക് 2014 ആ സുനാമി ഉണ്ടായ അന്ന് ഭവനം നഷ്ടപ്പെട്ടിട്ട് ഇന്ന് വരെ ഭവനം കിട്ടാത്ത ആളുകളുടെ അപേക്ഷ ഫിലോകാലിയുടെ ഓഫീസിൽ ഇപ്പോഴും കിടക്കണം. ഗവൺമെന്റും കൊടുത്തിട്ടില്ല, പണക്കാരും കൊടുത്തിട്ടില്ല, അവർ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. അതുപോലെ ചെല്ലാനത്ത് കടലാക്രമണത്തിൽ വീട് പോയ ആളുകളിൽ പലർക്കും ഇപ്പോഴും വീട് കിട്ടിയിട്ടില്ല. അതുപോലെ കൂട്ടിക്കൽ ദുരന്തത്തിൽ ഭവനം നഷ്ടപ്പെട്ടു പോയ പലർക്കും ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതുപോലെ ഉരുൾപൊട്ടൽ പല സ്ഥലങ്ങളിലും നടന്നു,
പല പ്രളയങ്ങളും നടന്നു, ഭവനം നഷ്ടപ്പെട്ടിട്ട് ഇന്നും കഷ്ടപ്പെട്ട് നടക്കുന്ന ജനങ്ങളുണ്ട്. പല ക്യാമ്പുകളിൽ കഴിയുന്നവർ ഇപ്പോഴും ഉണ്ടെന്ന് ഓർക്കുന്നു. ഞാൻ തന്നെ ഓർക്കുന്നു, ഒരു ക്യാമ്പിൽ പോയാണ് ഒരു വർഷം, ഒരു അപകടം നടന്ന് ഒരു വർഷം കഴിഞ്ഞ ഒരു ക്യാമ്പിൽ ചെന്നിട്ടാണ് ക്യാമ്പ് കഴിയുന്നത് സ്കൂളിന്റെ വരാതെ കിടക്കുന്നവരെ കണ്ടിട്ട് നമ്മളൊരു വീഡിയോ ഇട്ട് അവർക്ക് പിന്നെ ഒരു വീടൊക്കെ പണിത് കൊടുത്തത്. അപ്പൊ എന്റെ ഒരു ഓർമ്മയാണ് ഞാൻ പറയുന്നത്. ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഈ ചൂരൽ മലയിലേക്ക് ഭയങ്കര പ്രവാഹ, ലോകം മുഴുവനും ഭയങ്കരമായിട്ട് ഞങ്ങൾ കൂടെ എന്നൊക്കെ പറയും. ഒരു മാസം കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ ഇവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്, ഇപ്പം മരിച്ചവരെ അടക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനൊന്നും പറയുന്നില്ല, പാലം പണിത് റോഡ് പണിത് ഒക്കെ ചെയ്തിട്ടില്ല. 2 മാസം കഴിയുമ്പോൾ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് സേഫ് ആക്കുക എന്നുള്ളതായിരിക്കണം മലയാളികളുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത. ബാക്കി എമർജൻസി കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അവിടെ നോക്കിയ മിലിറ്ററി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, നേവി ഉണ്ട്, അവിടെ പൊതുപ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. അവിടെ ഹോസ്പിറ്റലുണ്ട്, സന്നദ്ധമാണ്, എല്ലാം ഉണ്ട്. അവരെ കുറിച്ച് മലയാളി വേവലാതിപ്പെടേണ്ടത് അവിടെ ഇങ്ങനെ കുറെ പഴയ തുണി കൊണ്ടു കൊടുക്കുന്നതിൽ മാത്രമല്ല. അവിടെ മലയാളി വേവലാതിപ്പെടേണ്ടത് ഇത് കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം കഴിയുമ്പോൾ ഇവരെ ഒന്ന് പുനരധിവസിപ്പിക്കണം. പഴയ ഒരു ലൈഫ് സ്റ്റാറ്റസിലോട്ട് കൊണ്ടുവരുന്നത്. അതിന് 2 കാര്യങ്ങളാണ് ഫിലോകാലിയ ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വയനാട്ടില് ഈ പരിസരത്ത്, ഈ മേപ്പാടി പരിസരത്ത് സ്ഥലം കൂടുതലുള്ള ആരെങ്കിലും ഇവിടെ എല്ലാം തകർന്നു പോയവർക്ക് 5 സെന്റ് സ്ഥലം കൊടുക്കാൻ താല്പര്യമുണ്ട്. കാര്യം ഫിലോകാലി ഇതിന് മുമ്പ് അങ്ങനെ പലയിടത്തും ചെയ്തതെല്ലാം വിജയിച്ചു. 5 സെന്റ് മതി, ധാരാളം. കൂട്ടിക്കല് ഈ മരയിടിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഓടിച്ചെന്ന് അവർക്ക് ആവശ്യമില്ല ഭക്ഷണം, വസ്ത്രം, കട്ടില്, കിടക്ക ഒക്കെ നമ്മൾ വിതരണം ചെയ്തായിരുന്നു. അതിനുശേഷം എന്നിട്ട് ക്യാമ്പിലുള്ളവർക്ക് ചിക്കൻ അടക്കം നമ്മൾ ചോറും അതിനെ കുറിച്ച് അവരിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കമന്റ് ഇട്ട് കണ്ടിരുന്നല്ലോ. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ 8, 10, 12 വീട് നമ്മൾ വെച്ചു കൊടുത്തു കൂട്ടിക്കല് മാത്രം. അതുകൂടാതെയാണ് ചെല്ലാനത്ത് നമ്മളൊരു 16 വീട് ഈ കടലാക്രമണ കാരണത്തിൽ ഞങ്ങൾ വെച്ചു കൊടുത്തു. അപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ചില ആളുകൾ 1 ഏക്കർ, 1/2 ഏക്കർ അല്ലെങ്കിൽ 10 സെന്റ്, 5 സെന്റ് ഇങ്ങനെ തരും. അപ്പൊ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവരുടെ പേരിലോട്ട്, ഈ അർഹതപ്പെട്ടവരുടെ പേരിലേക്ക് നമുക്ക് എഴുതി കൊടുക്കാനും പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതല്ല, നമുക്ക് അവിടെ ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങി ഫൗണ്ടേഷന് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതും ചെയ്യണം. ഏതായാലും ഇപ്പൊ ഒരു പുഴ പോലെയാണ് ആ വീട് കിടന്ന സ്ഥലം കിടക്കുന്നത്. മണ്ണ് ഇടിഞ്ഞു പോയി, ഒലിച്ചു പോയി അത്. അപ്പം അവിടെ ഒന്നും നടക്കില്ല. പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ഇവരെ ആ നാട്ടിൽ നിന്ന് മാറ്റാനും പറ്റില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും തരത്തിൽ അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഉള്ള ആ നാട്ടിൽ തന്നെ അത്രയും അർഹരായിരുന്നു. ഇനി ഈ ഉള്ള വീടൊക്കെ പോയാലും ഇഷ്ടംപോലെ സ്വത്തുള്ളവരാണെങ്കിൽ നമ്മൾ സഹായിക്കേണ്ടതില്ല. അവർക്ക് തന്നെ വീണ്ടും അത് റിക്കവറി ആക്കി എടുക്കാവുന്നുള്ളൂ. അല്ലാത്തവരുടെ കാര്യത്തിൽ ഫിലോകാലി വളരെ ശ്രദ്ധാലുവായിട്ട് മുന്നോട്ട് പോകുന്നു എന്നൊന്ന് അറിയിക്കുകയാണ്. കാരണം ഇതാണ് ഇനി മലയാളികളുടെ മനസ്സിലുണ്ടാകുന്നത്. വിദേശത്തായാലും സ്വദേശത്തായാലും മലയാളികൾ ഗൗരവമായി ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക. നമുക്ക് ഇവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? ചിലർക്ക് സ്ഥലം ഓൾറെഡി ഉണ്ടാകും, വീട് വെച്ചു കൊടുത്താൽ മതിയാവും. ചിലർക്ക് സ്ഥലം ഉണ്ടാവില്ല, സ്ഥലവും വീടും കൊടുക്കേണ്ടി വരും. ഫിലോകാലിയ ഈ പ്രത്യേകിച്ച് ഭവന പദ്ധതിയിൽ വന്നപ്പോൾ ആദ്യം തന്നെ ഭവനം എന്നൊരു കൺസെപ്റ്റ് വന്നത് ചികിത്സ മൂലം വീട് വെക്കേണ്ടി വന്ന ഒരു ആളുകളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ കടലാക്രമണത്തിൽ കണ്ടു, പിന്നെ ഉരുൾപൊട്ടൽ കണ്ടു. അതിന്റെ ഒക്കെ ഇപ്പൊ ഞങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രോജക്ടിന്റെ ഡീറ്റെയിൽ ആണ് ഇത്. ഒന്ന് കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാണാൻ പറ്റുമെന്ന് അറിയില്ല. വീടുകളല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത വീടുകളാണ്. ഇതില് കൂട്ടിക്കല് പെട്ടവർക്ക് വീട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെല്ലാനൊക്കെ നടക്കുന്നുണ്ട്. ചെല്ലാനത്ത് ഒരു 16 വീടുകളാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒത്തിരി വീടുകൾ. അപ്പൊ ഞങ്ങളിതിൽ വയനാട്ടിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രൂഫിന് വേണ്ടി ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. കാരണം നമുക്കതൊരു വേണമല്ലോ, എല്ലാത്തിനും ഒരു തെളിവും കാര്യങ്ങൾ, ട്രാൻസ്പെറൻസി, സുതാര്യത വേണമല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം വിസിബിൾ ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു എന്നേ ഉള്ളൂ. ഈ 100 കണക്കിന് വീടുകൾ ഇങ്ങനെ പണിയാൻ സാധിച്ചത് ഞങ്ങളുടെ രണ്ടുപേരുടെയും എടുക്കുന്നൊന്നല്ല. സത്യമായിട്ടില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പോലുള്ള സ്നേഹമുള്ളവരുടെ നല്ല മനസ്സുകൊണ്ടാണ്. പിന്നെ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കാരണം. അപ്പൊ എന്താ ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം. ഇത്രയും കാണുന്നവർക്കാണല്ലോ ഓൾറെഡി മനസ്സിലൊരു എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളത്. നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യേണ്ടത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫിലോകാലിയ ഫൗണ്ടേഷന് 12 ലൈസൻസ് ഉണ്ട്, APG ലൈസൻസ് ഉണ്ട്, CSR ലൈസൻസ് ഉണ്ട്, നിധി ഉണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ലൈസൻസുകളും ഉള്ള ഒരു ഫൗണ്ടേഷനാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ടാക്സ്, അതായത് ഗവൺമെന്റിന് ടാക്സ് കെട്ടേണ്ട ഒരാൾ അയാളുടെ സമ്പത്ത് കൊണ്ട് ഈ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വിചാരിച്ചാൽ ടാക്സ് എക്സംഷൻ റിസിപ്റ്റ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ്സ്, ഒരു കമ്പനി ഉള്ള ഒരാൾ, അവർക്ക് ഒരു വീടെങ്കിലും ആ നാട്ടിൽ വെച്ചു കൊടുക്കണം എന്നുള്ളിൽ തോന്നുന്നു. പക്ഷെ ഇവർക്ക് അത് പോയി എക്സിക്യൂട്ട് ചെയ്യാനുള്ള സംവിധാനം ഇല്ല എങ്കിൽ
നിങ്ങളുടെ CSR ഫിലോക്കാലി ഏൽപ്പിച്ചാൽ കൃത്യം 1 രൂപ പോലും നിങ്ങൾക്ക് നഷ്ടം വരാതെ 100% അവിടെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന തരത്തിൽ വീടുകൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി നിങ്ങളുടെ കയ്യിൽ തന്നെ ചാവി ഏൽപ്പിച്ചു തരാം. തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ഫിലോക്കാലിയ. അത് ഓൾറെഡി ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുമാണ്. സോ ട്രസ്റ്റ് ഇഷ്യൂ ഇവിടെ വരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും അപ്പോൾ ഒരു CSR കോർപ്പറേറ്റുകൾക്ക് മീൻസ് ഫണ്ട് കയ്യിലുള്ള ഏതെങ്കിലും കമ്പനികളൊക്കെ എന്തായാലും നിങ്ങളത് ചെലവഴിച്ചല്ലേ പറ്റും. ഒന്നുമില്ലെങ്കിൽ തിരിച്ച് ഗവൺമെന്റിന് കൊടുത്തേ പറ്റും. ഇപ്പൊ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും ഓക്കെ ഗവൺമെന്റ് ചെയ്തോളുമല്ലോ എന്ന് വിചാരിക്കും. എനിക്ക് ഗവൺമെന്റ് ചെയ്യുന്നതിൽ ഞാൻ ഒരു ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്തില്ല. കാര്യം മാറി മാറി വരുന്ന ഭരണമാണല്ലോ കേരളത്തിൽ. അപ്പം പക്ഷെ എനിക്കൊരു ദുഃഖമുണ്ട്. ഈ ലൈഫ് പദ്ധതിയിൽ വീട് 4 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. 4 ലക്ഷം രൂപ കൊണ്ട് എങ്ങനെ വീട് പണിയുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് 4 ലക്ഷം രൂപ ഗവൺമെന്റ് പാസ്സാക്കുകയും വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന 100 കണക്കിനല്ല 1000 അപേക്ഷകൾ ഈ ഓഫീസിൽ തന്നെ കെട്ടിക്കിടക്കാണ്. 5000-ലധികം അപേക്ഷയാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. അപ്പം എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അതിപ്പോ ഭരിക്കുന്ന ഗവൺമെന്റ് ആണ്, ഇനി ഏത് ഗവൺമെന്റ് ഭരിക്കാൻ വന്നാലും ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ഒരാൾക്ക് വീട് പണിയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 6 ലക്ഷം രൂപ വേണം. ഞങ്ങൾ പണിത് കൊടുക്കുന്നത് വീടിന് 8.5 ലക്ഷം രൂപയാണ് 500 സ്ക്വയർ. അത് അത്രയും നന്നായിട്ട് കോൺക്രീറ്റില് അത്രയും നന്നായി തറകെട്ടി ബെൽറ്റ് അടിച്ച് പിന്നെ മരത്തിന്റെ ഇതൊക്കെ വെച്ച് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. 2 ലക്ഷം കൂടെ കൂട്ടാണെങ്കിൽ 6 ലക്ഷം. 6 ലക്ഷം അറ്റ്ലീസ്റ്റ് അവർക്ക് നിവർന്ന് നിൽക്കാനുള്ള ഒരു ഇത് കിട്ടും അവർക്ക്. അങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കണം. അതൊരു റിക്വസ്റ്റ് ആണ്, നമ്മളൊരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നതല്ല. ഇറ്റ് ഈസ് റിയാലിറ്റി. ഒത്തിരി പേര് ഇതിന് വേണ്ടിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയില് കുടുങ്ങിപ്പോയിട്ട് ഒത്തിരി പേര് വാർത്തിട്ട് കുടുങ്ങിപ്പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്ലംബിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ലൈഫ് കൊടുക്കുന്നൊക്കെ പറയുന്നു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞ അതിനേക്കാളും കുറയും കൂടെ ഈ ചിലപ്പോഴൊക്കെ ഗവൺമെന്റിനെ സഹായിക്കാൻ സന്നദ്ധ സംഘടന ആവശ്യമുണ്ടെന്ന് ഗവൺമെന്റിന് തോന്നിയത് കൊണ്ടാണല്ലോ ഈ NGOയെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ല പിന്നെ ഈ സൊസൈറ്റിയെയും NGOയും ഒക്കെ എന്തിനാണ് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നത്? അതിനെന്തിനാണ് CSR ഇങ്ങനെ ഒരു നിയമമൊക്കെ? അപ്പം ഏതെങ്കിലും തരത്തില് ഒരു വീട് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവര്, അല്ലെങ്കിൽ ഇച്ചിരി സ്ഥലം സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവര്, ഇനി അല്ലെങ്കിൽ ഒരു വീടിന് ഇച്ചിരി എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുന്നവര് തീർച്ചയായും 100% സുതാര്യതയോടെ നമുക്ക് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അവിടെ ഇടപെടുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പൊ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, പറ്റുന്നവര് മുന്നോട്ട് വരട്ടെ. പിന്നെ എമർജൻസിക്ക് ആവശ്യമുള്ള ഈ പറഞ്ഞ പോലെ ഭക്ഷണം, നല്ല വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ മറ്റ് സാനിറ്ററി ഐറ്റംസ് ഒക്കെ ഒന്ന് ഡൊണേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ കോട്ടയത്ത് സംക്രാന്തിയിലെ പയ്യിൽ ബിൽഡിങ്ങിന്റെ 4th ഫ്ലോറിൽ ഫിലോക്കാലിയുടെ ഓഫീസ് ഉണ്ട്. എടുക്കില്ല. അത് പ്രത്യേകം പറയാം. അതുപോലെ ഇവിടെ മുരിങ്ങൂര് ഫിലോക്കാലിയുടെ ഓഫീസിലും നിങ്ങൾക്ക് ഏൽപ്പിക്കാവുന്നതേ ഉള്ളൂ. ബിസ്ക്കറ്റ് ഐറ്റംസ്, കുക്കീസ് അതൊന്നും ചീത്തയാവില്ല. ബ്രെഡ് ഒക്കെ 2 ദിവസം കൊണ്ട് ചീത്തയാവും. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി ചീത്തയാവും. ബിസ്ക്കറ്റ് ഐറ്റംസ് മേടിക്കാം, കുക്കീസ്, അതുപോലെ വാട്ടർ ബോട്ടിൽ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ. നട്സുകള് ഇപ്പൊ കടകൾ നടത്തുന്നവർക്കാണെങ്കിൽ അവർക്ക് ഇച്ചിരി നട്സ് ഒക്കെ അവർക്ക് കൊടുക്കണം തോന്നിയാലല്ലേ, തീർച്ചയായും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കൊണ്ടുപോയി ക്യാമ്പുകളിൽ ഏൽപ്പിക്കാൻ പറ്റും. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ഈ എമർജൻസി സഹായത്തെക്കാൾ ഉപരി ഇവർക്ക് വേണ്ടത് നമ്മളെല്ലാം അവിടെ നിന്ന് പോന്നു കഴിയുമ്പോൾ ഈ കൊണ്ടു ചെല്ലുന്ന ഈ മേളം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് പോരുമ്പോ ഇവരുടെ അവസ്ഥ എന്തെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുക. വേറൊരു ചെറിയ റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളത്, മലയാളികള് ഈ സഹായ മനോഭാവം ഒത്തിരി ഉണ്ടെങ്കിലും എന്നെ വേദനിപ്പിച്ച ചില കാര്യം പറയാം. നിനക്കും ഇഷ്ടക്കറോ എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഒന്നുമില്ല, കാഴ്ചക്കാർ കൂടുതലാണ്. അതായത് ഒരു ദുരന്ത സ്ഥലം ഉണ്ടായാൽ സഹായിക്കാൻ ചെല്ലുന്നതിനേക്കാൾ ഉപരി അവിടെ ചെല്ലണം എന്നുള്ളൊരു ഇമോഷണൽ ഫീലിംഗ് വെറുതെ പോയി വരും. പക്ഷേ അത് പലപ്പോഴും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അനാവശ്യമായുള്ള യാത്രകൾ ഒന്ന് ഒഴിവാക്കണം. വെറുതെ അങ്ങോട്ട് ഓടിപ്പോ ഇപ്പൊ ഞങ്ങൾ പോലും എനിക്ക് പോകാൻ ഭയങ്കരമായിട്ട് വെമ്പിട്ട് വയ്യ. ഞാൻ പോകാത്തതിന്റെ ഒരു കാരണം ഞാൻ അവിടെ പോയിട്ട് ചെളിയിൽ പോയി ആളുകളെ രക്ഷിക്കാനാണ് എനിക്ക് പറ്റില്ല. പിന്നെ എന്തിനാണ് അവിടെ പോകുന്നത്? അവിടെ സാധനങ്ങൾ എത്തിക്കാനാണ്. അതിന് വാഹനവും ആളുകളെയും വിട്ട് അവിടെ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ ആംബുലൻസ് ഓടാൻ 2 ഡ്രൈവേഴ്സ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആംബുലൻസിന്റെ ഡ്രൈവേഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടി ഇപ്പൊ ഞാൻ നാളെയോ അല്ലെ മറ്റന്നാളോ പോകുന്നു പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാർ കുറെ പേര് എന്നോട് ചോദിക്കുക ഞാനും വരട്ടെ. ആ ഒരു ക്യൂരിയോസിറ്റിയിലുള്ള ആ ഓട്ടം മാക്സിമം ഒഴിവാക്കുക. ഉപകാരപ്പെടുന്ന തരത്തിൽ മാത്രം വയനാട്ടിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം മൊത്തം കഴിഞ്ഞിട്ട് 2 ദിവസത്തിനകത്ത് ഞങ്ങൾ പോകും. പോയിട്ട് അവിടുത്തെ ഈ
അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്നവരെല്ലാരും ഞങ്ങളൊന്ന് സംസാരിക്കും. അതിലും ഏറ്റവും അർഹതപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കൂട്ടിക്കലും ചെയ്തത്. അതെ നമ്മൾ അതെ ചെയ്യുന്ന അതെ ഓരോ അതെ. ക്യാമ്പിലും ചെല്ലും. എന്നിട്ട് അവിടുത്തെ മീൻസ് പൊതുപ്രവർത്തകരായ അവരായിട്ട് ലീഡേഴ്സിനെ സംസാരിക്കും. കാണും, അവിടുത്തെ വൈദികരെ കാണും, അവിടുത്തെ ഉസ്താദുമാരെയൊക്കെ കാണും. അവിടെ ഓൾറെഡി നിലവിലുണ്ടായിരുന്നവരുടെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിച്ച് അതിൽ ഏറ്റവും അർഹതപ്പെട്ടവരെ അർഹതപ്പെട്ടവർക്ക് ഞങ്ങള് പരിഗണന കൊടുത്തിട്ട് അവർക്ക് പുനരധിവാസത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കാനാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ ഒരു പ്ലാനും പദ്ധതി. അത് തന്നെ നടക്കാൻ അതാണ് ഏറ്റവും വേണ്ടത്. ഇപ്പോഴുള്ള യെസ്, പ്ലാൻ എന്നല്ല, അതാണ് നമ്മൾ ഞങ്ങൾ ചെയ്യാൻ നടത്തേണ്ടത്. അത് തീർച്ചയായും നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാട് എന്ന് പറയുമ്പോൾ എനിക്കൊരു സെൻസിറ്റിവിറ്റി ഉണ്ട്. എന്തായാലും ചേട്ടയുടെ നാടാണ്. ചേട്ടയുടെ നാടെന്ന് പറഞ്ഞ് പടിഞ്ഞാറത്തറയാണ്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എപ്പോഴും സ്വന്തം നാടിനോട് ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ഫീൽ ഉണ്ട്. പോകണം, ഇന്ന് പോകണം എന്ന് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ നമ്മുടെ പോയിട്ട് ആംബുലൻസ് കാര്യമില്ല. ഡ്രൈവേഴ്സ് അവിടെ അവിടെ എത്തിയപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വീടൊക്കെ ഇരുന്ന് പോയിട്ട് ആൾക്കാരൊക്കെ എടുത്തോണ്ടിരിക്കുന്നുള്ളൂ. അവിടെ നമ്മളെ കാഴ്ചക്കാരെ പോയിട്ട് കാര്യമില്ല. ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് എല്ലാരും സെറ്റിലായി ആ ക്യാമ്പിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ പോവുക, ആശ്വാസം കൊടുക്കുക, നമ്മുടെ ചേർത്ത് പിടിക്കുക. അതാണ് ഞങ്ങൾ ഇനി ചെയ്യാൻ നമ്മുടെ പോകുന്നത്. ഡ്രൈവേഴ്സ് രണ്ടുപേരും അവിടെ ഉണ്ട്, വാഹനമുണ്ട്. അപ്പൊ അവരെന്താണ് ഏത് ക്യാമ്പിൽ ആവശ്യമുള്ളതെന്ന് അറിയിക്കുമ്പോൾ അത് ഇമ്മീഡിയറ്റ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അത് കൽപ്പറ്റ പോയി വാങ്ങിക്കൊടുക്കാം, അതെ മേപ്പാടി പോയി അതെ വാങ്ങിക്കൊടുക്കാം, ടൗണിൽ പോയി നമ്മൾ നമ്മുടെ തന്നെ. ആംബുലൻസ് ഡ്രൈവറിന്റെ നമ്പർ ഇട്ടേക്കാം. അതെ, അവിടെയുള്ളവർക്ക് എമർജൻസി ആംബുലൻസ് ഡ്രൈവറെ വിളിക്കാം. അതും അവരപ്പോ ഓടി വരും ഏത് സമയത്തും. ഓർത്തുള്ള ആംബുലൻസ് ഡ്രൈവറിന്റെ നമ്പർ ഡിസ്പ്ലേയിൽ ഇട്ടേക്കും. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വയനാട്ടിൽ പ്രത്യേകിച്ച് മേപ്പാടി മേഖലയിൽ ഇമ്മീഡിയറ്റ് വിളിച്ചാൽ നമ്മുടെ ആംബുലൻസും രണ്ടുപേരും അവിടെ സന്നദ്ധമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എല്ലാ കാര്യത്തിനും. വേറെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അപ്പം കൂടെ ഉണ്ടാവണം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്നിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് പിടിക്കാൻ, അവരെ സംരക്ഷിക്കാൻ. ഓക്കെ, അപ്പം ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.